പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിൽ തമിഴ്നാട്ടിൽ ഉടനീളം DMKയുടെ പ്രതിഷേധം അലയടിക്കുകയാണ്. തേനിയിൽ മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എല്ലാ ജില്ലകളിലും പ്രതിഷേധം തുടങ്ങിയതോടെ ക്രമസമാധാന അന്തരീക്ഷം വഷളാകുകയാണ്. പോലീസും വിജയ് സർക്കാരും എങ്ങനെ വിഷയം കൈകാര്യം ചെയ്യുമെന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. നടി തൃഷയ്ക്കെതിരായ പരാമർശമാണ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. രാവിലെ നീലാങ്കരയിലുള്ള വീട്ടിൽ പോലീസ് എത്തിയതും ഭാര്യയുമായി തർക്കിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ അടക്കം വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ടോയ്ലറ്റിലാണ് 10 മിനിറ്റ് കാത്തിരിക്കുമെന്ന് ഉദയനിധിയുടെ ഭാര്യ കിറുകിത പറയുന്നത് ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. എത്ര നേരമായി കാത്തിരിക്കുന്നു, ഇനിയും വൈകാൻ പറ്റില്ല, ജോലി ചെയ്യാൻ സമ്മതിക്കണമെന്നും പോലീസ് ഓഫീസർ ഉദയനിധിയുടെ ഭാര്യയോട് പറയുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ്. തൃഷയ്ക്കെതിരായ പരാമർശത്തിൽ ഉദയനിധിക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഗായിക ചിന്മയി ശ്രീപാദ, അതോടൊപ്പം BJP നേതാവ് ഖുഷ്ബു തുടങ്ങിയവരെല്ലാം ഉദയനിധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഹിന്ദുക്കളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത, ഹിന്ദുക്കൾ ഒരു ഡെങ്കിപ്പനിയാണ്, ചിക്കൻ കുനിയാണ്, ഹിന്ദുക്കൾ വേസ്റ്റ് ആണ് എന്ന സനാതന ധർമ്മത്തേക്ക് അടച്ചാക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്നത്. അച്ഛൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഉദയനിധി സ്റ്റാലിൻ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞുവെങ്കിലും ഒരു നാൾ ഉദയനിധിയുടെ കയ്യിൽ വിലങ്ങ് വീഴുമെന്ന് ഉദയനിധിക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് വിജയ് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വിജയ് ഒരു ഉദയനിധി സ്റ്റാലിനെ പോലീസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അശ്ലീല പരാമർശം ഒരിക്കലും അനുവദിക്കാനാകില്ലെന്നും സ്ത്രീകളെ രാഷ്ട്രീയ പോരിലേക്ക് വലിച്ചഴക്കരുതെന്നും ചിന്മയി പറയുന്നുണ്ട്. ഉദയനിധി മാപ്പ് പറയണമെന്ന് ഖുഷ്ബു ആവശ്യപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ 2 തരം പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉദയനിധിക്കെതിരെ TVK പ്രവർത്തകരുടെ പ്രതിഷേധം, ഉദയനിധിയുടെ അറസ്റ്റിൽ DMKയുടെ പ്രതിഷേധം, അങ്ങനെ 2 തരം പ്രതിഷേധം. ഇതോടെ ക്രമസമാധാനം തകരുന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പലയിടത്തും ഉപരോധവും വഴിതടയലും നടക്കുന്നുണ്ട്. TVK അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന് DMK നേതാവ് TRB രാജ കുറ്റപ്പെടുത്തുന്നുണ്ട്. DMK MPമാർ വിഷയം രാജ്യസഭയിലും ഉന്നയിച്ചു. ഉദയനിധിയുടെ അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് വൻ ലക്ഷ്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണത്രേ വിജയുടെ പ്രധാന ലക്ഷ്യം. തമിഴ്നാടും കർണാടകയും കാവേരി തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കെ തമിഴ്നാട്ടിൽ ഒരു മറിമായമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതേസമയം DMK വീണു കിട്ടിയ വടിയായി ഈ അവസരത്തെ കാണുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ DMK പല ജില്ലകളിലും പ്രവർത്തനം നിർജീവമായിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റോടെ പ്രവർത്തകരെ ഉണർത്താനും രാഷ്ട്രീയ രംഗത്ത് സജീവമാകാനും സാധിച്ചാൽ അതൊരു DMKക്ക് വലിയ നേട്ടമായി മാറും. നിലവിൽ ഉദയനിധിയെ തഞ്ചാവൂരിലേക്കാണ് കൊണ്ടുപോയത്. കോടതി ജാമ്യം നൽകിയാൽ എല്ലാം അവസാനിക്കും, എങ്കിലും രാഷ്ട്രീയ പോര് തുടരും. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഹൈക്കോടതി ഉദയനിധിക്ക് ജാമ്യം നൽകാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഉദയനിധിയെ ഉടനെ തന്നെ വിടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1996 ഡിസംബറിൽ DMK ഭരണത്തിൽ ജയലളിതയെ അറസ്റ്റ് ചെയ്യാനും 2001 ജൂലൈയിൽ കരുണാനിധിയെ അർദ്ധരാത്രിയെ അറസ്റ്റ് ചെയ്തതുമായ ചരിത്രം തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. അതായത് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതാദ്യമല്ല. അഴിമതി കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴാണ് ജയലളിതയെയും തോഴി ശശികലയെയും അറസ്റ്റ് ചെയ്തത്. അണ്ണാ DMK അധികാരത്തിലെത്തി ആഴ്ചകൾക്കുള്ളിൽ പൊടുന്നതിനെ അഴിമതി പരാതി ഉയരുകയും മണിക്കൂറുകൾക്കകം രാത്രി വീട്ടിലെത്തി കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കരുണാനിധിയുടെ അറസ്റ്റ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി മാറി. ഫാത്തിമ ബീവിക്ക് ഗവർണർ സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.